ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരല്പസമയം നമ്മുടെ വചനത്തിൽ നിന്ന് ശ്രമിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെയൊക്കെ ഒരിക്കൽ കൂടി ഒന്ന് പാകപ്പെടുത്താം. പരിശുദ്ധാത്മാവിനോട്, നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ വസിക്കുന്ന ആത്മാവിനോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് ആവശ്യമായ ദൂത് നൽകണം, വചനത്തിൻ്റെ വ്യാഖ്യാനം നൽകണം. നമുക്കറിയാം, ആത്മാവ് സഹായിക്കുന്നില്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല, ഒരു കാര്യമില്ല. ഒന്നും എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും, പക്ഷെ നമുക്ക് ഒന്നും കിട്ടത്തില്ല. അങ്ങനെ തരുന്നത് മുഴുവൻ പരിശുദ്ധാത്മാവാണ്. വചനം തരുന്നത്, അഭിഷേകം തരുന്നത്, അനുഗ്രഹം തരുന്നത് എല്ലാം പരിശുദ്ധാത്മാവാണ്. ആത്മാവിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്ന. ആത്മാവ് നയിക്കുന്ന ഒരു കാലഘട്ടം. കൃപയുടെ യുഗം എന്നൊക്കെ പറയുമ്പോൾ ആത്മാവാണ് അവിടെ നയിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തില് അനേകം മക്കള്, അല്ലെ, അനേകം ശുശ്രൂഷകര് എഴുന്നേൽക്കുകയാണ് നാനാ സ്ഥലങ്ങളില്. എത്രയോ, ഏറ്റവും കൂടുതൽ വചനപ്രഘോഷമുള്ളത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ ധ്യാനകേന്ദ്രങ്ങളുള്ളതും കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ ഭോഗീർത്തനങ്ങൾ നടക്കുന്നതും, ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് കണ്ടോ, മയക്കുമരുന്ന്, അതുപോലുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. ഏതാണ്ട് 40,000 പേരോ അങ്ങനെ കിട്ടിയാണ് ഒരു കണക്ക് നാളെ വന്നത്. 2 കൊല്ലത്തെ 3 കൊല്ലത്തെ ആത്മഹത്യ മാത്രം 40,000 പേര് കേരളത്തിൽ മാത്രം. ഇന്ത്യയിലല്ല കേട്ടോ, കേരളത്തിൽ. മറ്റൊരു രാജ്യത്തും ഇല്ലാതെ. നമുക്ക് എന്തിൻ്റെയാണ് കുറവ്? ശുശ്രൂഷയുടെ കുറവാണോ? വചനത്തിന്റെ കുറവാണോ? ഒന്നുമല്ല. മുട്ടിന് ധ്യാന കേന്ദ്രങ്ങളുണ്ട്, മുട്ടിന് ധ്യാന ഗുരുക്കന്മാരുണ്ട്. ഗുരുക്കന്മാർക്കൊന്നും ഒരു കുറവില്ല, പ്രഘോഷത്തിനൊന്നും ഒരു കുറവില്ല. കുറവുണ്ടോ? ഇല്ല. എന്നാൽ ഈ പ്രഘോഷിക്കപ്പെടുന്ന വചനം ജീവനായി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പച്ചയായ സത്യം. കേൾക്കുന്നു, പോകുന്നു. അതിനായിരിക്കും 2 ചെവി. ഒന്നിലൂടെ കേൾക്കുക, ഒന്നിലൂടെ അവിടത്തേക്ക് പോവുക. ഉള്ളിലൊന്നും ഇല്ല, ഉള്ളിലൊന്നും. സത്യമല്ലേ? നമ്മളിപ്പോ ഈ അഭിഷേക ആരാധന പുറത്തേക്ക് ഇറങ്ങി തീർന്നു. ഇതിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ആത്മീയ നിർവൃത്തി, ആനന്ദം. നമ്മുടെ പ്രശ്നം ഇതാ, ഉള്ളിൽ തട്ടുന്നില്ല. ഉള്ളിൽ വചനം ജീവിക്കുന്നില്ല. നമ്മുടെ പ്രശ്നം. ആരാധനയ്ക്ക് കുറവുണ്ടോ? ശുശ്രൂഷയ്ക്ക് കുറവുണ്ടോ? ഒന്നിനും ഒരു കുറവില്ല, അല്ലേ? ഇപ്പോഴാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ മുതൽ 5 മണി വരെ നിത്യാരാധന. അതുകൊണ്ട് ആളുകൾ മാറി ഷെഡ്യൂൾ അനുസരിച്ച് വന്നിരുന്ന് ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒന്നിനും ഒരു കുറവും ഇല്ല. എവിടെയാണ് മാറ്റം വരേണ്ടത്, വരുത്തേണ്ടത്? മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം, ആ വചനം എന്റെ ഹൃദയത്തിൽ ജീവിക്കാത്തോളം കാലം ഞാൻ എത്ര ആരാധനയ്ക്ക് കൂടിയിട്ടും, എത്ര കൊന്തചൊല്ലി കൂട്ടിയിട്ടും, എത്ര കുരിശിന്റെ വഴിയിലിട്ടും, എത്രയൊക്കെ പരിഹാര ക്രിയകൾ നടത്തിയിട്ടും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ജീവനുള്ള വചനം എന്നിൽ ജീവിക്കുന്നില്ലെങ്കിൽ
നീ അതുകൊണ്ട് പറഞ്ഞ ആരാധന കഴിഞ്ഞ് നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ആ ദേവാലയം വിട്ട് നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തീർന്നു. ഉള്ളിൽ വചനം ജീവിക്കുന്നില്ല. ഇത് വലിയൊരു അപകടമാണ്, വലിയൊരു അപകടം. അങ്ങനെ ഉള്ളിൽ വചനം ജീവിക്കണമെങ്കിൽ ഈശോ പറയും, സ്വർഗരാജ്യത്തിന്റെ അനുഭവം നിന്റെ ഉള്ളില് വരണം. സ്വർഗരാജ്യം അത് ആരാധിക്കുന്നവർക്ക് ഉള്ളതാണ് എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലേ? സ്വർഗരാജ്യം ഈശോ പറഞ്ഞു, മത്തായി 18 3 സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ സ്വർഗരാജ്യം ആർക്കുള്ളതാണ്? ശിശുക്കളെ പോലെയുള്ളവർ. ഈ മത്തായി 18:3 3 കാര്യങ്ങളാണ് സ്ട്രെസ് ചെയ്ത് പറയുക. ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെടണം, ശിശുക്കളെ പോലെ ആകണം, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം. 3 കാര്യങ്ങളാണ്: മാനസാന്തരം, ശിശു, സ്വർഗരാജ്യം. കണക്റ്റഡാണ്, കണക്റ്റഡാണ്. എന്താണ് മാനസാന്തരം? എന്താ മാനസാന്തരം? നമുക്ക് എളുപ്പം പറയാം, ശിശുവിനെ പോലെ ആകുക. അതാണ് മാനസാന്തരം. എന്താണ് മാനസാന്തരം? അനുഭവിക്കുക. പറഞ്ഞേ ദേശി, എന്താണ് മാനസാന്തരം? ഉണ്ടായിരിക്കുന്നില്ല. എന്താണ് മാനസാന്തരം എന്ന് പറഞ്ഞാൽ? റിപ്പൻഡൻസ്, അനുദപിക്കുക, അല്ലെ? റിപ്പൻഡൻസ്, അനുദപിക്കുക. അതൊരു സ്റ്റെപ്പേ ആയുള്ളൂ, അല്ലേ? മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, അത് എന്താ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് മാനസാന്തരം? ഇനി മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും പറയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ല, അല്ലേ? സുവിശേഷ പ്രഘോഷണം തുടങ്ങുകയാകുക. അതായത് യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപകൻ അവൻ വിളിച്ചു പറയുന്നു, ഇത് തന്നെയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. സ്നാപകൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടും. യേശുവിന്റെ ദൗത്യം തുടങ്ങിയിട്ടില്ല. യേശുവിന് വഴിയൊരുക്കാൻ വന്നവനാണ് ആര്? അതെ, ബാപ്റ്റിസ്റ്റ്, അല്ലേ? ജോൺ. നിങ്ങൾ മാനസാന്തരപ്പെടും. വഴിയൊരുക്കാൻ വന്നവൻ പറഞ്ഞു. ഇനിയിപ്പോ വഴി തന്നെയായ യേശു, അല്ലേ? യേശുവാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അപ്പൊ വഴിയായ യേശു എന്താ പറഞ്ഞേ? യേശു തന്റെ ദൗത്യം എങ്ങനെ ആരംഭിക്കുന്നത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇനി യേശുവിന്റെ കാലം കഴിഞ്ഞ് തന്റെ അപ്പോസ്തലന്മാരെ അവരെന്താ പറഞ്ഞേ? മാനസാന്തരപ്പെടുക, അനുദപിക്കുക, പശ്ചാത്തപിക്കുക, സ്വർഗരാജ്യം സ്വന്തമാക്കുക, അല്ലേ? അപ്പൊ വഴി ആയവനും വഴി ഒരുക്കിയവനും വഴിയായവനും വഴിയെ പോയവനും, അല്ലേ? വഴി ഒരുക്കിയ സ്നാപകൻ, വഴിയായത് യേശു, വഴിയെ പോയത് ശിഷ്യന്മാര്. ഇപ്പൊ വഴിയെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളും അതിൽ പെടും, ആ ഗണത്തിൽ പെടും, എല്ലാവരും പെടും. അപ്പോ എല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ്, മാനസാന്തരപ്പെടുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കും. എന്താണ് മാനസാന്തരം?
മനസ്സിൽ മാറ്റം വരുത്തുക. മനസ്സിന്റെ മാറ്റം, പുതിയ മനസ്സിന് മാറ്റം വരുത്തുക, പുതിയ സൃഷ്ടിയാകുക, അനുദപിക്കുക. പിന്നെ പശ്ചാത്തപിക്കുക. മാനസാന്തരം. മാനസാന്തരം നമുക്ക് നോർമലി ചിന്തിക്കുമ്പോൾ ഒരു റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം, സപ്പോസ് ഒരു വാഹനം സഡൻലി 380 ഡിഗ്രിയിൽ തിരിയുക, സങ്കല്പിക്കുക. 380 ഡിഗ്രിയിൽ സ്ട്രേറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി തിരിയുക. അത് നമ്മുടെ കണ്ണുകൾക്ക് ഒരുപക്ഷെ കാണാൻ പറ്റിയെന്ന് വരില്ല. 90 ഡിഗ്രി നമുക്കറിയാം. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 90 ഡിഗ്രി 90 അത് സ്ട്രെയിറ്റ് ആണ് അല്ലേ? ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്നതാണ് 90 അല്ലേ? സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ്, ലെഫ്റ്റ് റൈറ്റ് സ്ട്രെയിറ്റ്, അത് 90. ഈ 180യോ കുറച്ചുകൂടെ പ്ലസ് 180 360 നമുക്കത് കാണാൻ പറ്റിയെന്ന് വരില്ല. ഒരു വ്യക്തിയുടെ ഈ 380 ഡിഗ്രിയിലുള്ള ഒരു തിരിച്ചലാണ് മാനസാന്തരം. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ നിന്ന് ദൈവ സാന്നിധ്യത്തിലേക്കുള്ള 380 ഡിഗ്രിയിലുള്ള തിരിച്ചുവരവ്. വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. മാനസാന്തരം. സകലതിനെയും ഞാൻ സ്വന്തമാക്കിയിരുന്ന, എന്റെ സങ്കല്പത്തിലുണ്ടായിരുന്ന എല്ലാറ്റിനെയും അവഗണിച്ചിട്ട്, ഉച്ഛിഷ്ടം പോലെ തള്ളിക്കളഞ്ഞിട്ട് 380 360 തിരിവാണ്, ദൈവസന്നിധിയിലേക്കുള്ള തിരിവാണ് മാനസാന്തരം. മാനസാന്തരപ്പെട്ട് നിങ്ങൾ ശിശുക്കളെ പോലെ ആകണം. ഈ ശിശുക്കളുടെ പ്രത്യേകത എന്താണ് ഈശോ അങ്ങനെ പറഞ്ഞത്? ശിശുക്കളെ പോലെ ആകണം എന്ന് പറയാൻ കാരണം എന്താണ്? ശിശുക്കളെ പോലെ ആകണം എന്തോ? കളങ്കമില്ലാത്തവരാണ് ശിശുക്കൾ. ഇന്നിപ്പോ ശിശു എന്ന് വിളിക്കാൻ പറ്റിയത് എത്ര വയസ്സ് വരെയാ? എത്ര വയസ്സ് വരെയാ? 3 മാസം. എനിക്ക് തോന്നുന്നൊരു 1 വയസ്സ് വരെ കുഴപ്പമില്ല അല്ലേ? 1 വയസ്സ് വരെ ശിശു എന്ന് വിളിക്കുക. 1 വയസ്സ് കഴിഞ്ഞാൽ ബോധപൂർവം പാര പണിയുന്നുണ്ട് കുഞ്ഞുങ്ങളല്ലേ? എന്നാ പണിയുന്ന ചില കുഞ്ഞുങ്ങള് അല്ലേ? 1 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ശിശു എന്ന് വിളിക്കാം. ഈ 1 വയസ്സ് വരെയുള്ള ശിശു, ഈ ശിശുവിന്റെ പ്രത്യേകത നമുക്കറിയാം. ഉള്ളിലൊന്നും വഞ്ചനയില്ല, തട്ടിപ്പില്ല, കളങ്കമില്ല, ഒരു പോകരുതലുമില്ല അല്ലേ? എല്ലാം സ്ട്രെയിറ്റ് ആൻഡ് ഫോർവേഡ് ആണ് കാര്യങ്ങൾ. പിടിച്ച് ഒരടി കൊടുത്തു, ഒരു കുസൃതി ചെയ്തു, ഒരടി കൊടുത്തു, കുറച്ചേരം ഇരുന്ന് മൂങ്ങിയിട്ട് ആ അടി കൊടുത്ത ആളിലേക്ക് തന്നെ ഇങ്ങനെ 2 കൈയും നീട്ടിപ്പിടിച്ച് ഓടി വരും. ഒത്തിരി അടിച്ചിട്ടില്ലേ? ഓടി വന്നിട്ടില്ലേ? ഇതാണ് ശിശുവിന്റെ ഒരു പ്രത്യേകത. ഉള്ളിൽ എന്തെങ്കിലും കളകൊണ്ടെങ്കിൽ ഒരു പോകും, മുഖം മർഗലം പോലെ ഇങ്ങനെ ഇരിക്കും. ഈശോ പറയുന്നത് നിഷ്കളങ്ക മനസ്സിന്റെ ഉടമ. നിഷ്കളങ്ക മനസ്സ്. അതുകൊണ്ടാണ് ശിശുക്കളെയൊക്കെ ഈശോയുടെ അടുത്തേക്ക് വന്നപ്പോ ശിശുമാര് പറഞ്ഞു, ആള് ടയർഡാണ്, പോകാൻ പറ്റത്തില്ല, ഇപ്പൊ പറ്റത്തില്ല, അതിന് ടൈമൊക്കെ ഉണ്ട്.
അല്ലേ? ഈശോ പറഞ്ഞ അവരെ ശാസിച്ചുകൊണ്ടാ പറഞ്ഞ, ശാസിച്ചുകൊണ്ടാ പറഞ്ഞ അവരെ തടയരുത് കേട്ടോ. അവരെ പോലെ ഉള്ളവരുടേതാണ് സ്വർഗരാജ്യം. സ്വർഗരാജ്യം ശിശു സഹജമായ ഒരു മനസ്സ് രൂപാന്തരപ്പെടുത്തിയെടുക്കുക. അതാണ് നമുക്ക് ആരാധനയിലൂടെ പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെ ദൈവം തരും. നഷ്ടപ്പെട്ട ആ ശിശു സഹജമായ ഒരു ഹൃദയം ദൈവം നമുക്ക് തരികയാണ്, വച്ചുപിടിപ്പിക്കുകയാണ്. അതാണ് മാംസളമായ ഹൃദയം. നമ്മൾ എസെക്കിയേൽ കാണുന്നില്ലേ? ഹൃദയം ഞാൻ നിന്നിൽ വച്ചുപിടിപ്പിക്കും. അതാണ് ശിശു സഹജമായ അവസ്ഥ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി നമ്മൾ അങ്ങനെ ശിശു സഹജമായ ഒരവസ്ഥയിൽ വന്നു, മാനസാന്തരപ്പെട്ടു. പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, അഭിഷേക പ്രാർത്ഥനയിലൂടെ നമ്മൾ മാനസാന്തരപ്പെട്ടു. ഇനി മാനസാന്തരപ്പെട്ടതുകൊണ്ട് സ്വർഗത്തിൽ പോവോ? സ്വർഗത്തിൽ പോവോ? ഇവിടെയാണ് സ്നാപകന്റെ ശക്തമായ ഒരു താക്കീത് വരുന്നത്. സ്നാപകൻ ശക്തമായ താക്കീത് പറയുന്നുണ്ട്. അതായി 3:8 സ്നാപകൻ ഇങ്ങനെ വിളിച്ച് പറയുന്നു, മാനസാന്തരത്തിന് ആര് നോക്കിയാ പറയുന്നത്? 7-ാമത്തെ വചനം, അനേകം ഫരിസയരും സദുക്കായും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു, സന്തതികളെ. എന്താ അതിന്റെ അർത്ഥം? അണലി സന്തതികളെ. ചീത്തയെ വിളിച്ചേ. അവരെ വിളിച്ചു, അവര് അപ്പനെ വിളിച്ചോ? തന്തയ്ക്ക് വിളിച്ചില്ലേ? അണലി സന്തതികളെ. കേട്ടോ, നീ അണലിയാണ്, നിന്റെ അപ്പനും ആ വീരും കൂടി അണലിയാണ്. അണലി സന്തതികളെ. എന്താ ദൈവം, ഇന്നൊക്കെ നമ്മളൊക്കെ പറഞ്ഞോ അടി പാഴ്സൽ വരും. അണലി സന്തതികളെ, അസന്നമായ. ആരോടാ പറയുന്നേ? ഫരിസയര് സദുക്കായി എന്ന് പറഞ്ഞ ആരാ സമൂഹത്തില്? ആധികാരികമായിട്ട് ദൈവവചനം വായിച്ച് വ്യാഖ്യാനിക്കാനും പറയാനും പ്രസംഗിക്കാനും അധികാരമുള്ളവര് അവരാണ്. അവരെ പഠിപ്പിക്കാൻ ആരും വളർന്നിട്ടില്ല. മനസ്സിലായോ? അവരോടാണ് ഈ എഴുത്തും വായനയും അറിയാൻ പാടില്ലാത്ത ഈ കാട്ടാളിനെ പോലെ ഒരു മനുഷ്യൻ, തനി ആദിവാസി ലുക്ക്. അത്ര ശക്തമായ ഭാഷയാണ് എന്തിനുപയോഗിച്ചത്? മാനസാന്തരത്തിനും മാനസാന്തര ശേഷമുള്ള അതിനൊതുക്കുന്ന ഫലം പുറപ്പെടുവിക്കാനും വേണ്ടി സ്നാപകൻ ഉപയോഗിച്ച ഭാഷ അതിശക്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. ഇനി ഈ മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിച്ച കുറച്ചാളുകൾ നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിച്ച വ്യക്തിയാണ് ലൂക്കാസ് സുവിശേഷം. പൗലോസല്ല, ലൂക്കാസ് സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെ തിരുവചനങ്ങൾ. പൗലോസിന്റെ മാനസാന്തരം അത് വേറെ ലെവൽ. സക്കേവൂസിന്റെ മാനസാന്തരം. പൗലോസ് മാനസാന്തരപ്പെട്ടപ്പോ ഈശോ പറഞ്ഞില്ല, പൗലോസെ നീ നിന്റെ കുടുംബവും രക്ഷപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞില്ല. വേറെ ആരും നോക്കി പറഞ്ഞില്ല. എന്നാൽ
സക്കേവൂസ് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോ ആ മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിച്ചപ്പോ ഈശോ പറഞ്ഞു ഇന്ന് എത്ര ശക്തമാണ് salvation has come this house today. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. കണ്ടോ, എപ്പോഴത് പറഞ്ഞേ? പൂർണ്ണ മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിച്ചപ്പോഴാണ്. മാനസാന്തരപ്പെട്ടിട്ട് ഫലം പുറപ്പെടുവിച്ചപ്പോൾ അതിന് യേശു ആരെന്ന് കാണാൻ അവൻ ആദ്യം ആഗ്രഹിച്ചു. മാനസാന്തരത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് യേശു ആരെന്ന് അറിയാൻ ഉള്ള എന്റെ ആഗ്രഹം, യേശുവിനെ കുറിച്ച് അറിയാനുള്ള എന്റെ ഒരു വാഞ്ഛ, അതിതീക്ഷ്ണമായ എന്റെ ആഗ്രഹം തിളച്ചു മറിയുന്ന വെള്ളം പോലെ ഇങ്ങനെ ഉള്ളിൽ കിടന്ന് അത് തിളയ്ക്കുകയാണ്. ആഗ്രഹം. മാനസാന്തരത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. യേശു ആരെന്നറിയണം. അന്നത്തെ പശ്ചാത്തലത്തിൽ യേശു ജീവിച്ചിരിക്കുക. ഇന്നത്തെ പശ്ചാത്തലത്തിലോ യേശു ജീവിച്ചിരിക്കുന്നു, അല്ലേ? ജീസസ് ഈസ് അലൈവ്, സ്റ്റിൽ അലൈവ്. പക്ഷെ ഇന്ന് ഞാൻ യേശു ആരെന്നറിയണമെങ്കിൽ വചനം എന്താണെന്ന് ഞാൻ അറിയണം. വചനം എന്താണെന്ന് ഞാൻ അറിയണം. വചനത്തെ സ്നേഹിക്കണം, വചനത്തെ ഭക്ഷിക്കണം, അഥവാ വചനം വായിച്ച് ധ്യാനിക്കണം. കാരണം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം തിരുവചനം. ദൈവം ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പൊ മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച വചനമാണ് യേശു. അതിന് മാറ്റമില്ല. 1:14. പക്ഷെ ഇത് നമ്മള് ഇന്നത്തെ ഈ പശ്ചാത്തലം, ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോ യേശുവിനെ അറിയാൻ എനിക്ക് കഴിയുന്നത് ഈ വചന പഠനത്തിലൂടെയാണ്, വചന ധ്യാനത്തിലൂടെയാണ്, വചനം കേൾക്കുന്നതിലൂടെയാണ്. അപ്പോ 3-ാം വാക്യം, യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് ആഗ്രഹം. അതെങ്കിലുണ്ടാകണം. ഈ ആഗ്രഹമാണ് നമ്മളെ ശുശ്രൂഷയിലേക്ക് നയിക്കുന്നത്, ദൈവാലയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ ആഗ്രഹമാണ്. എല്ലാ ദിവസവും ബലിയർപ്പിക്കാൻ കൊച്ചുകുളപ്പാൻ കാലത്ത് തിരിച്ചു പോകുന്നത് ഈ ആഗ്രഹം ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ടത് സാധ്യമായിരുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യോസിനെ. പൊക്കം കുറവ് തന്നെ എനിക്ക് ചിരി വരും. ഞാൻ സങ്കല്പിക്കും, ഈ പൊക്കം കുറഞ്ഞ സാധാരണ നമ്മുടെ ഇടയിൽ കാണുന്ന പൊക്കം കുറഞ്ഞ ആളുകളല്ല, അതിലും ഈ നോർമലി വിട്ടൊരു പൊക്കം കുറഞ്ഞ വകുപ്പുണ്ട്. നമ്മുടെ പക്രു ചേട്ടനൊക്കെ സിനിമയുടെ പക്രു അല്ലേ? പക്രു ചേട്ടൻ, പിന്നെ വേറെ കുറച്ച് പേരുണ്ട് അതിനകത്ത് കാസേടന്മാര് അല്ലേ? ആ വർഗത്തിൽപ്പെട്ടതാണ് ഈ സത്യവസ്തു. ഇതിന്റെ നടത്തും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്, നമുക്ക് ഭയങ്കര ചിരി വരും. ഓക്കെ, അപ്പോ ഈ ആള് പൊക്കം കുറവായത് കൊണ്ട് എന്ത് ചെയ്തു? യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി. ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. മാനസാന്തരത്തിന്റെ 2-ാമത്തെ സ്റ്റെപ്പ് ത്യാഗം, അഥവാ സാക്രിഫൈസ്. ത്യാഗം. അവനൊരു ത്യാഗം എടുത്തു. മുമ്പേ ഓടി. കണ്ടോ, അതാണ് തീക്ഷ്ണത. ഉള്ളിൽ കിടന്ന് ജ്വലിക്കുന്ന തീക്ഷ്ണത. മറ്റുള്ളവരെക്കാൾ മുമ്പേ
ഓടി. അങ്ങനെ മുമ്പേ ഓടിയവരാണ് ഓടിയത് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. ഇരിക്കുന്നവര് മറ്റുള്ളവരെക്കാൾ മുമ്പേ ഓടിയവരാണ്. മടിയന്മാരെന്ത് ചെയ്യും? ഇന്ന് വയ്യ, പോണ്ട, ഒരു ചെറിയ പനി, ചെറിയ ജലദോഷം, ചെറിയൊരു അസ്വസ്ഥത, അല്ലെങ്കിൽ ചെറിയ വേറൊരു പരിപാടി, മുമ്പേ ഓടിയവർ, ത്യാഗമെടുത്ത് മുമ്പേ ഓടിയവരാണ് നമ്മൾ. ആണ് മനസ്സാന്തരത്തിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ത്യാഗം. സിക്കമൂർ മരത്തിൽ വലിഞ്ഞു കയറി പാവം. ഒന്ന് സങ്കല്പിച്ചു നോക്കി, ഈ പൊക്കം കുറഞ്ഞ പുള്ളൻ ഒരു മരത്തിലും ഇങ്ങനെ ഏകി വലിഞ്ഞ് കയറുന്ന എന്ത് രസമായിരിക്കും കാണാൻ, അല്ലേ? അതിന്റെ ത്യാഗം, ദൈവം അതിന് ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹം. യേശുവിന് ഒരു വിജാതീയനാന്ന് പറഞ്ഞേ, യഹൂദനല്ല, വിജാതീയനാണ്. ഒരോടി സിക്കമൂർ മരത്തിൽ കയറി. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, കണ്ടോ? ആഗ്രഹം ഉള്ളവന്റെ മനസ്സറിയുന്നവനാ ദൈവം, ത്യാഗമെടുക്കുന്നവന്റെ മനസ്സറിയുന്നവനാ ദൈവം, അവനെ പേര് ചൊല്ലി വിളിക്കുന്നവനാണ് ദൈവം. ഈ സക്കേവൂസിന്റെ പേര് യേശുവിന്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് യേശയ്യാ 49:15. നിന്റെ പേരെന്റെ ഉള്ളംകൈയിൽ ഉണ്ടടാ മോനെ. സക്കേവൂസ് വിളിച്ചു, നീ വേഗം. എന്താ ആ സംഭവം ചിന്തിച്ചു നോക്കിയേ. നീ വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ. ഓ എന്റെ കർത്താവേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. അവൻ തിടുക്കത്തിൽ ഇറങ്ങി ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പുറപ്പെട്ടു. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ, പാപിയുടെ വീട്ടിൽ. കാരണം എന്താ? സക്കേവൂസൻ ആരായിരുന്നു? ചുങ്കം പിരിക്കുന്നവനായിരുന്നു, അല്ലെ? ചുങ്കം പിരിക്കുന്നവനായിരുന്നു. ചുങ്കക്കാരൻ മുഴുവനും പാപികളുടെ ഗണത്തിലാ ആര് കൂട്ടിയിരുന്നേ? ആ സ്വന്തം ജനം കൂട്ടിയിരുന്നേ. ഏത് യഹൂദരും പരിസരും സുഖക്കാരൊക്കെ കൂട്ടിയിരുന്നത്. പറയാണ്, പാപിയുടെ വീട്ടിൽ അതിഥിയായി ഇവൻ താമസിക്കുന്നല്ലോ. സക്കേവൂസ്. ഈശോ ആ ഭവനത്തിൽ കടന്നു ചെന്നിട്ട് വെറുതെ കൈയും കെട്ടിയിരിക്കുകയാണോ? ആണോ? ഈശോ ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സക്കേവൂസ്, ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നീ ഇനിയും അനുദപിച്ചിട്ടില്ല മോനെ, അനുദപിച്ച് നീ സുവിശേഷത്തില് വിശ്വസിക്കുക. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സക്കേവൂസ്, 8-ാം വാക്യം. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, ഇതാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കണമെന്ന് വചനം പറയുമ്പോ, മത്തായി 3:8 പറയുന്ന വചനം ഇതാ ഇവിടെ സക്കേവൂസിന്റെ ജീവിതത്തിൽ അത് പൂർത്തിയാകുകയാണ്. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അറിഞ്ഞുകൊണ്ട് ആരുടെയും വഞ്ചിച്ചെടുത്തിട്ടില്ല. ഈ ബൈ ചാൻസ് ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി ഞാനിതാ തിരിച്ചു കൊടുക്കുന്നു. പിന്നെ ഒട്ടും താമസിച്ചില്ല. സഡൻലി യേശു പറയുകയാണ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. എന്റെ മക്കൾ, ഇതാണ് മാനസാന്തരം. ഇതാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലം. മാനസാന്തരത്തിന് യോജിച്ച ഫലം. ഗലാത്യ 5:22 കുറെ ഫലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ ആദ്യം പറയുന്നത് സ്നേഹത്തെ കുറിച്ചാണ്. ഗലാത്യ 5:22 ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തേത് സ്നേഹം. ഇന്ന്
നമ്മൾ പുറപ്പെടുവിക്കേണ്ട ഫലം. ഒരുപക്ഷെ സക്കേവൂസിനെ പോലെ സ്വത്തിൽ പകുതി കൊടുക്കാനോ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കാനോ ഒന്നും നമുക്ക് കഴിയുമായിരിക്കില്ല, അല്ലെങ്കിൽ ഉണ്ടാകത്തില്ലായിരിക്കാം. പക്ഷേ ഈ ഒരു ഫലം നമുക്ക് കൊടുക്കാൻ പറ്റും. സിബി ഉറങ്ങിപ്പോവാം. ഈ ഒരു ഫലം നമുക്ക് കൊടുക്കാൻ പറ്റും. ഏത് ഫലം? സ്നേഹം. നമുക്ക് കൊടുക്കേണ്ട കുഴപ്പം? അതിന് കാശ് വേണോ? കാശ് വേണോ? ഒന്നും വേണ്ട. ഗലാത്യ 5:22 പറയുന്ന ഫലങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്നേഹം. സ്നേഹം അതൊക്കെ അവിടുത്തെ സ്നേഹത്തിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. എല്ലാം, സർവ്വതും. സ്നേഹിക്കുന്നവന് ആനന്ദമുണ്ട്. സ്നേഹിക്കുന്നവൻ ക്ഷമിക്കാൻ കഴിയും, മറ്റുള്ളവർ ദയ കാണിക്കാൻ കഴിയും. സ്നേഹിക്കുന്നവൻ ആത്മസംയമനം പുലർത്താൻ കഴിയും. അവന് വിദ്വേഷമില്ല, വെറുപ്പില്ല, പ്രതികാരങ്ങളില്ല. ഒരൊറ്റ സംഭവം മതി. എന്ത്? സ്നേഹം. അതൊരിക്കലും അവസാനിക്കുന്നില്ല. 1 കൊരിന്തോസ് 13 അല്ലേ 4 മുതൽ 13 വരെ വചനങ്ങളില് നമ്മൾ കാണുന്നുണ്ട്. 13ാമത്തെ വചനമാണ് സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അപ്പൊ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ് അഹങ്കരിക്കേണ്ട, അഭിമാനിക്കേണ്ട. അതിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കണം. ഞാനിന്ന് എന്റെ 2 ജാതിയുടെ ചോട്ടിൽ പോയി എന്നിട്ട് പറഞ്ഞു, നീ 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ, ഫലം പുറപ്പെടുവിക്കാത്തതിനെല്ലാം വെട്ടി തീയിലെറിയുമെന്ന് എന്റെ കർത്താവ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷം നിന്നെ ഞാൻ വെട്ടി തീയിലെറിയും. 2 ജാതിയോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തളർത്ത് കൊഴുത്ത് ആൽമരം പോലെ നിൽക്കുക, ഒരു ഫലവും പുറപ്പെടുവിക്കുന്നില്ല. ഒരു ഫലവും പുറപ്പെടുവിക്കുന്നില്ല. ലാസ്റ്റ് വാണിംഗ് കൊടുക്കും. 1 വർഷം കൂടെ അല്ലേ? കർത്താവ് പറയുന്നില്ലേ, യജമാനനെ 1 വർഷം കൂടി അവിടെ നിൽക്കട്ടെ, ഞാൻ അതിന്റെ ചുവട് കിളച്ച് വളമിട്ട് വെള്ളമൊഴിച്ച് നോക്കാം, മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞു. ഇതാണ് വചനം, നീ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പേടിയുണ്ടെങ്കിൽ പുറപ്പെടുവിക്കും. ആ വചനത്തിൽ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഫലം പുറപ്പെടുവിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഞാൻ എത്രമാത്രം ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയാണെന്ന് ചിന്തിക്കണം. ഇനി ആ സ്നേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നാൽ പിന്നെയും സമയം കണ്ടമാനം കിട്ടുന്നത്. ഇതൊക്കെ ധ്യാനത്തിന് പങ്കുവയ്ക്കേണ്ട വിഷയങ്ങളാണ്. കൺവെൻഷൻ ധ്യാനത്തിലൊക്കെ എടുക്കേണ്ട വിഷയങ്ങളാണ്. നമുക്ക് ഈ കുഞ്ഞ് കൂട്ടായ്മയില് ഈ കുറച്ച് സമയത്തൊന്നും തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, എന്താണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലം ഞാൻ പുറപ്പെടുവിക്കണം. അല്ലെങ്കിൽ 10ാം വാക്യം മത്തായി 3:10 വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വച്ച് കഴിഞ്ഞു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീയിലെറിയപ്പെടണമോ? തീയിലെറിയപ്പെടണം. ഏതായി തീ? നിത്യ നഗരമല്ല, നിത്യ നരകം. നിത്യ നരകം. കെടാത്ത തീ, ചാകാത്ത പുഴു. കെടാത്ത തീ, ചാകാത്ത പുഴു. ശരിയൊന്ന് ആലോചിച്ച്, ഇങ്ങനെ പുഴുവൊക്കെ കേറി അരിച്ച് മൂക്കിക്കട കേറിയിട്ട് വായക്കട പുഴു കാണുന്നു. എന്റെ കർത്താവേ, എവിടെ പോണം? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് തമ്പുരാന്റെ ജീവനിലേക്ക് പ്രവേശിക്കുക. ഹല്ലേലൂയ.